ചികിത്സാ പിഴവിനെ തുടർന്ന് വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരി വിനോദിനിക്ക് ഇന്ന് കൃത്രിമ കൈ താങ്ങാകും. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് വിനോദിനിക്ക് കൈ വെച്ചുപിടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടപെട്ടാണ് കൃത്രിമ കൈ ലഭിക്കാനുള്ള സാമ്പത്തിക സഹായം ക്രമീകരിച്ചത്. വീണ്ടും സ്കൂളിൽ പോകാനാകുമെന്ന സന്തോഷത്തിലാണ് വിനോദിനി സന്തോഷത്തിലാണ്. ഇനി അവൾക്ക് സ്കൂളിൽ പോകാം. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അവസാനമായി അവൾ സ്കൂളിൽ പോയത്. വലതുകൈ ഇല്ലാതെ സ്കൂളിൽ പോകുന്നത് അവൾക്ക് ഓർക്കാനാകാത്തതായിരുന്നു. ഇന്നത്തെ ദിവസം അവൾക്ക് പുതിയ തുടക്കമാണ്. സാധാരണ കൈ ഉപയോഗിക്കുന്നതിന് സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മെക്കാനിസമാണ് ഇന്ന് വെച്ചുപിടിപ്പിച്ച കൃത്രിമ കൈക്കുള്ളത്. സാധനങ്ങൾ പിടിക്കാനും എഴുതാനും തുടങ്ങി ദൈനംദിന കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഈ കൈകൊണ്ട് സാധിക്കും. കൃത്രിമ കൈവയ്ക്കാനുള്ള സാമ്പത്തിക സഹായമൊരുക്കാൻ വിനോദിനെയും കുടുംബത്തെയും സഹായിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. എറണാകുളത്തെ ഹോപ്പ് എന്ന സ്ഥാപനത്തിൽ വെച്ചാണ് കൈ വെച്ചുപിടിപ്പിച്ചത്. പുതിയ വലതുകൈയിൽ പൂച്ചെണ്ടുമായി അവൾ പ്രതിപക്ഷ നേതാവിനെ കാത്തുനിന്നു. ചോക്ലേറ്റും പാവയുമായി വിനോദിനിയെ കാണാൻ സതീശനെത്തി. ഞാൻ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഹോപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏത് സമയത്ത് ഇതിൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ വേണോ അപ്പോൾ എല്ലാം അപ്ഗ്രേഡ് ചെയ്താണ്. 2 കൊല്ലം കഴിഞ്ഞോ 1 കൊല്ലം കഴിഞ്ഞോ 4 വർഷം കഴിഞ്ഞോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ ഈ സ്ഥാപനത്തെ ഹോപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. കുഞ്ഞല്ലേ, അത് ഭയങ്കര സന്തോഷമായി തീർച്ചയായിട്ടും. കാരണം ഇതിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ കൈ അവിടെ അമ്മയെന്ന് ചോദിച്ചൊരു കൊച്ചിൻ്റെ ചോദ്യമുണ്ട്. അതിൽ നമ്മളെല്ലാം തകർന്നു പോകും. വിനോദിനിക്കും കുടുംബത്തിനും വീട് വെച്ച് നൽകുമെന്നും തുടർ ചികിത്സാ ചെലവുകൾ വഹിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സന്തോഷമെന്ന് വിനോദിനിയും അമ്മയും. അവൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇതായല്ലോ, അപ്പോൾ ഭയങ്കര സന്തോഷമായി. വീട്ടിൻ്റെ കാര്യം കൂടി സാറിനെ കൊണ്ട് പറഞ്ഞു. ഞങ്ങൾ സ്ഥലമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് അതും കൂടി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും സാറ് തന്നെ സ്ഥലം മേടിച്ച് തരാം. അപ്പോൾ ഞങ്ങൾ ഈ കയ്യിൻ്റെയും കൂടി ചോദിച്ചു, സാറേ കൈ ഇനി അടുത്തുനിന്ന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണം, നിങ്ങളുടെ നേരെ വന്നാൽ മതി, ഇത് മാറ്റുന്ന സമയത്ത് ഇങ്ങോട്ട് നേരെ വന്നാൽ മതി, ഞാൻ എല്ലാം നോക്കാമെന്ന് പറഞ്ഞ് നമുക്ക് ഉറപ്പ് തന്നിട്ട് പോയിട്ടുണ്ട് ഇവിടുന്ന് സാറ് വരുമ്പോൾ. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 24-ന് സഹോദരനോടൊപ്പം കളിക്കുന്നതിനിടയിലാണ് പാലക്കാട് പല്ലശ്ശന സ്വദേശിനി വിനോദിനിക്ക് വീണു പരിക്കേറ്റത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലുണ്ടായ ചികിത്സാ പിഴവിനെ തുടർന്നാണ് കുട്ടിയുടെ കൈ തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.